ഒരു സുപ്രഭാതത്തിൽ ലോകം മുഴുവനുമുള്ള ഇൻ്റർനെറ്റ് ഇല്ലാതെയായാലോ? ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. എല്ലാ ദിവസത്തെയും പോലെ രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോൾ അതിൽ യാതൊരു നോട്ടിഫിക്കേഷനും കാണാനില്ല. വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒന്നും വർക്കാവാത്ത സാഹചര്യം. ഡേറ്റയും വൈഫൈയും മാറി മാറി ഓണാക്കിയിട്ടും ഒന്നും വർക്കാവുന്നില്ല. ഇതാദ്യം നമ്മുടെ മാത്രം നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണെന്ന് കരുതുമെങ്കിലും പുറത്തിറങ്ങി മറ്റുള്ളവരോടും ചോദിക്കുമ്പോഴാണ് എല്ലാവർക്കും ഇതാണ് അവസ്ഥയെന്ന് മനസ്സിലാകുന്നത്. ആർക്കും ഇൻ്റർനെറ്റ് വർക്കാകുന്നില്ല. കൺഫ്യൂഷൻ അടിച്ച ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഒരു കാര്യം ബോധ്യപ്പെടും: ഇൻ്റർനെറ്റ് പോയിരിക്കുന്നു. കുറച്ചു പേർക്ക് മാത്രമോ കുറച്ച് സ്ഥലത്ത് മാത്രമോ അല്ല, ലോകം മുഴുവൻ ഇൻ്റർനെറ്റ് ഇല്ലാതായിരിക്കുന്നു. ആദ്യത്തെ ഏതാനും മണിക്കൂറുകൾ ആരും തന്നെ അധികം ടെൻഷൻ അടിക്കില്ല. കാരണം സാധാരണഗതിയിൽ ഇൻ്റർനെറ്റ് പോയാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോണിൽ നിന്ന് കണ്ണെടുത്ത് പരസ്പരം സംസാരിക്കാൻ തുടങ്ങും. TV-യിലൂടെ ചുറ്റുമുള്ള വാർത്തകൾ അറിയും. എന്നാൽ കുറച്ച് കഴിയുന്നതോടെ ആകെപ്പാടെയുള്ള മൂഡ് മാറുന്നത് കാണാം. ആൾക്കാർ അസ്വസ്ഥരാകാൻ തുടങ്ങും. മെസ്സേജുകളോ ഇമെയിലുകളോ ഒന്നും അയക്കാൻ പറ്റുന്നില്ല. ചിലരെ മാത്രമേ ഫോൺ വിളിക്കാനും പറ്റുന്നുള്ളൂ. ഓഫീസുകളൊന്നും ശരിയായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സ്റ്റോക്ക് മാർക്കറ്റുകൾ അനങ്ങുന്നില്ല. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകളെല്ലാം നിശ്ചലമായി. ഫുഡ് ഡെലിവറി ആപ്പുകളും ഓൺലൈൻ ടാക്സി സർവീസുകളും നിന്നു. ഗൂഗിൾ മാപ്പ് പോലും ആർക്കും നോക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പരിഭ്രാന്തരായിട്ടുണ്ടാകും. ഇൻ്റർനെറ്റ് ഇല്ലാത്തത് എല്ലാവരുടെയും ജീവിതത്തെ സാരമായി ബാധിക്കാൻ തുടങ്ങും. ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായി മാറുമത്. ഓൺലൈൻ പേയ്മെൻറ്റുകൾ ഒന്നും നടക്കുന്നില്ല. UPI ഇല്ല. പലയിടത്തും ATM വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ബാങ്കുകളിലൊന്നും തന്നെ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ബിറ്റ്കോയിനും ഒന്നും ഒരു ഉപകാരവുമില്ലാതെ ഇരിക്കുന്നു. എയർപോർട്ടുകളിൽ നിന്നൊന്നും വിമാനങ്ങൾ പറന്നു പൊങ്ങാൻ പറ്റാത്ത അവസ്ഥ. ട്രെയിനുകൾ ഓടുന്നുണ്ടെങ്കിലും അവയെല്ലാം താമസിച്ചാണ് ഓടുന്നത്. ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ വരെ തകരുന്നു. അതുമാത്രമല്ല, ഗൂഗിളും മറ്റേയും ആമസോണും പോലെയുള്ള കമ്പനികൾ പൂട്ടിപ്പോകേണ്ട അവസ്ഥയാകും ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ. ആയിരക്കണക്കിന് ബില്യൺ ഡോളറിൻ്റെ നഷ്ടവും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജോലിയും നഷ്ടമാവും. ഇൻ്റർനെറ്റ് കൊണ്ട് ജീവിക്കുന്ന ലോകത്തിലെ സകല കമ്പനികളെയും ഇത് ബാധിക്കും. അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ പല ഇൻഡസ്ട്രികളും ഇല്ലാതാവുകയും വൻ സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്യും. ഇൻ്റർനെറ്റ് വളരെ കുറച്ച് ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ പോലും അവരെയും ബാധിക്കും. കാരണം ഇൻ്റർനെറ്റ് ഇല്ലാതെ ഇൻ്റർനാഷണൽ ട്രേഡുകൾ തടസ്സപ്പെടും. എണ്ണ മുതൽ ഭക്ഷണ സാധനങ്ങൾ വരെ ഇമ്പോർട്ട് ചെയ്യുന്ന സകല സാധനത്തിൻ്റെ വില കുതിച്ചുയരും. ഓരോരുത്തർക്കും യാത്ര ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലെങ്കിലും അതിനുള്ള ചിലവും കൂടും. മാത്രമല്ല, അതിൻ്റെയെല്ലാം ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പോൾ ലോകം മുഴുവൻ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം മനസ്സിലാകും: ഇൻ്റർനെറ്റ് നമ്മൾ വെറുതെ ഉപയോഗിക്കുകയല്ല, മറിച്ച് ലോകം മുഴുവൻ ഓടുന്നത് അതിലാണ്. നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജുകളും ചെയ്യുന്ന ഓരോ പേയ്മെൻറ്റും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ വിവരങ്ങളും ഒഴുകുന്നത് നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത ഒന്നിലൂടെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ ജീവനേക്കാൾ കൂടുതൽ നമ്മൾ അതിനെ വിശ്വസിക്കുന്നുണ്ട്. പെട്ടെന്നൊരു നിമിഷം ലോകമെമ്പാടുമുള്ള ഇൻ്റർനെറ്റ് ഇല്ലാതായാൽ നമ്മുടെയൊക്കെ ജീവിതം താറുമാറാകുമെങ്കിലും അങ്ങനെ ഒറ്റയടിക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം. വേണമെങ്കിൽ ചില രാജ്യങ്ങളിൽ മാത്രമായി ഇൻ്റർനെറ്റ് നിർത്തലാക്കാൻ സാധിക്കുമെങ്കിലും ലോകം മുഴുവനുമുള്ള ഇൻ്റർനെറ്റ് ഇല്ലാതാക്കാൻ ഏതെങ്കിലും ഒരു സ്വിച്ച് ഞെക്കിയാൽ സാധിക്കില്ല. കാരണം ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ കൂടിച്ചേർന്നതാണ് ശരിക്കും ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഇല്ലാതായാലും ബാക്കിയുള്ളിടത്തുണ്ടാവും. ഇൻ്റർനെറ്റ് ഇല്ലാതായി എന്ന് കരുതിക്കൊണ്ട് ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. അത് കുറച്ച് പതുക്കെയാവും എന്ന് മാത്രം. നമ്മളൊക്കെ കുറച്ച് കഷ്ടപ്പെടുകയും ചെയ്യും. അതിന് കാരണം ഇൻ്റർനെറ്റ് ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു ലോകമാണ് നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ്. എന്നാൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം ഇൻ്റർനെറ്റ് ഇല്ലാതാകുമോ ഇല്ലയോ എന്നതല്ല, മറിച്ച് അതില്ലാതെ നമുക്കാർക്കും ജീവിക്കാൻ അറിയില്ല എന്നതാണ്. അതാണ് ശരിക്കുള്ള പ്രശ്നവും. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇൻ്റർനെറ്റ് ഇല്ലാത്ത ലോകം എങ്ങനെയുണ്ടാവും? ഇൻ്റർനെറ്റ് ഉള്ളതാണോ ഇല്ലാത്തതായിരിക്കുമോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.